ഇറ്റ്സ് മീ ഷൈലിയാസ് ഫ്രം കൂഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു റീസ്റ്റോക്ക് ചെയ്തായിട്ടാട്ടോ. ഒരുപാട് പേരുടെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും നമുക്ക് നോർമൽ ഇതിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പാറ്റേണും ആണ് മെറ്റീരിയലും ആണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇതിൻ്റെ 3 പീസ് ഇരിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മളത് ഓൾറെഡി കാണിച്ചിട്ടൊക്കെ ഉള്ള പീസുകളാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനായിട്ട്. മസ്ലിൻ ജക്കോളാണ് മെറ്റീരിയൽ വരുന്നത്. കളർ ആണെങ്കിൽ നല്ല സൂപ്പർ കളറുകളാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. നിങ്ങൾ ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിംഗ് പോലെ അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം പർച്ചേസ് ചെയ്യട്ടെ. അപ്പോൾ 4 കളേഴ്സ് ആണ്. മസ്ലിൻ ജക്കോൺ മെറ്റീരിയൽ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു നമുക്കൊരു ബനാറസി ഫീലൊക്കെ വരുന്നതാണ്. പക്ഷെ ബനാറസി മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് എന്തായാലും സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ ഉണ്ട്. ഞാൻ പറയാം നോർമലി വരുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ സ്റ്റിഫായി ഈ ഒരു റേഞ്ചിലൊക്കെ വരുമ്പോൾ 2000 റേഞ്ചൊക്കെ വരുമ്പോൾ കുറച്ച് സ്റ്റിഫായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ല ഒരു ടൈപ്പാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു സെറി വീവ്സ് വരുന്നത് നമുക്ക് അറിയുന്ന പോലും ഇല്ല. നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് നോർമലി നമുക്ക് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നിട്ട് ഇത് കുത്തി ഒരുമാതിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരുപാട് ഇതിൻ്റെ വോളിയൂംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ചില പീസുകളൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പീസാണ് കേട്ടോ. ഇതിൽ നെക്ക് പാറ്റേൺസിലൊക്കെ ഡിഫറൻസ് കളറിൽ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗിയില്ലാണ്ട് ബ്ലൂവിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ ആക്ച്വൽ കളർ നല്ലൊരു ഗ്രീനിഷ് ബ്ലൂ കളർ, ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ടാവില്ല. ഒരു പീകോക്ക് ഗ്രീനിന്റെ അതും ബ്ലൂ, ഒരു അക്വാ ബ്ലൂ, എന്താണ് ആക്ച്വൽ കളർ പറയാ, നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. നമ്മൾ എന്തായാലും എടുത്തു കഴിഞ്ഞാൽ അയ്യേ ഇത് എന്ത് ബ്ലൂ എന്ന് പറയില്ല. നല്ല സൂപ്പർ പീസാണ്. ബാക്ക് പോർഷനിൽ ഒരു ബൂട്ട വരുന്നുണ്ട്, ഒരു സെറി വീവ്സിന്റെ. പിന്നെ ഓൾ ഓവർ സെറി വീവിങ് ഒരു ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് എന്താ ലൈനിങ് ത്രൂ കുത്തിത്തറയ്ക്കുന്ന ത്രെഡുകളല്ല കേട്ടോ. അത്രയും ഫൈനാണ്. നമുക്ക് ഇതിനൊക്കെ ചെയ്യുമ്പോഴൊന്നും ഉണ്ടോ അത്രയും ഫൈനായിട്ട് കിടക്കുന്ന കണ്ടോ, അത്രയും തിന്നാണ്. ഇത് എടുത്ത ആളുകൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ള. സ്ലീവിന് സെപ്പറേറ്റ് പോർഷനാണ്, അതുകൊണ്ട് ലെങ്ത്തിനോ വിഡ്ത്തിനോ ഒന്നും യാതൊരു പ്രോബ്ലവും വരില്ല. ആം റൗണ്ടിന്റെ ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പോർഷൻ വരുന്നത്. ലോവർ പാർട്ടിലേക്കായിട്ട് ഈ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ടോപ്പ് നമുക്ക് ലെങ്ത് ഒരു 49 എന്തായാലും കിട്ടും. ഒരു 7XL സൈസ് വരെ അല്ലെങ്കിൽ 6XL സൈസ് വരെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇത്രയും സൈസ് വരുന്ന ആൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാരണം ബാക്ക് പോർഷൻ സെപ്പറേറ്റ് ആണ്. ബോട്ടം വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ സാറ്റിൻ മെറ്റീരിയലാണ്, അല്ലെങ്കിൽ ക്യാൻവാസ് കോട്ടണിൽ വരുന്നതാണ്. ക്യാൻവാസ് കോട്ടണിൽ വരുന്നതാണ്. ദുപ്പട്ട മസ്ലിൻ സിൽക്കാണ്. മസ്ലിൻ പോലെ അത്രയും ഫൈനാണ്, എന്നാലും സിൽക്കിന്റെ ഒരു ഷൈനിങ് കൂടെ വരുന്ന സൂപ്പർ മെറ്റീരിയലാണ്. അതിന്റെ പ്രിന്റ് ആണ് ഒരു രക്ഷയില്ലാത്ത പ്രിന്റ്. എനിക്ക് ആ ദുപ്പട്ടയുടെ പ്രിന്റ് ഉണ്ടല്ലോ, നല്ലൊരു മാംഗോ ഡിസൈൻസ് ഒക്കെ വന്നിട്ട് അതിലേക്ക് ഈ ബ്ലൂവിലേക്ക് നന്നായിട്ട് കോമ്പിനേഷൻ വരുന്ന ഒരു ഷെയ്ഡാണ്, ഒരു ഗ്രേ അല്ലേ ഷെയ്ഡാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത്. സൂപ്പർ കോമ്പിനേഷൻ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കളർ വീഡിയോയിൽ എപ്പോഴും പൊതുവേ ഭംഗി ഉണ്ടാവാറില്ല. ഈ ഒരു ഷെയ്ഡ് ഒരു ലോക്കൽ ബ്ലൂവിലേക്ക് എപ്പോഴും ടച്ച് പോകാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അടിപൊളി പീസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ ഗ്യാരണ്ടിയിൽ ഈ കളർ മേടിക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ട് യെല്ലോ കളറാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ കേട്ടോ. യെല്ലോ ഷെയ്ഡാണ്. നല്ല സൂപ്പർ ഒരു യെല്ലോ ആണ്. ചിലപ്പോൾ വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ് കളറായിട്ടാണ് യെല്ലോ ഫീൽ ചെയ്യാറ്. അങ്ങനെയല്ല, നല്ല ഷെയ്ഡാണ് നമ്മളുടെ യെല്ലോ, എപ്പോഴും യെല്ലോ കേട്ടോ. അപ്പോൾ ഇതാണ് നെക്ക് പാർട്ട് വരുന്നത്. നെക്കിൻ്റെ ഏരിയ നല്ലൊരു കുറച്ച് ലെങ്തി പാറ്റേൺ വരുന്നുണ്ട്. ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് കിടക്കും കേട്ടോ, ഈ ഒരു ലെങ്ത്തിൽ. പക്ഷെ ഒന്നും ഇങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വർക്കല്ല. ബാക്ക് പോർഷനിൽ ഒരു ബൂട്ട വരുന്നുണ്ട്. ഓൾ ഓവർ ഒരു ചെറിയ മോട്ടീവ്സ് വരുന്നുണ്ട് കേട്ടോ. സെൽഫ് ഡിസൈൻ പോലെ അങ്ങനെയായിട്ടുള്ള അവിടെ എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത പോലെ. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഏരിയ അപ്പർ പാർട്ടിൽ കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. ലോവർ പാർട്ടിലേക്കൊരു ബോർഡർ പോലെയാണ് വരുന്നത്. ഫുൾ സ്ലീവിനൊക്കെ തയ്ക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. 3/4 ഇതൊരു കോമ്പിനേഷൻ ദുപ്പട്ട നോക്കിയേ. ഇതാണ് ബോട്ടം വരുന്നത്. ക്യാൻവാസ് സാറ്റിനിൽ അല്ലെങ്കിൽ ക്യാൻവാസ് കോട്ടണിൽ വരുന്നൊരു ബോട്ടാണ്. സൂപ്പർ പ്രീമിയം ക്വാളിറ്റിയാണ്. കാരണം ഇതിനോട് മാച്ചിങ് ആവുന്ന തരത്തിലുള്ള ഒരു ഷൈനിങ് വരുന്നൊരു കോട്ടൺ ടൈപ്പാണ്. ബോട്ടത്തിന്റെ ലോവർ പാർട്ടിലും ഇതുപോലെ തന്നെ ചെറിയ ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ഇല്ല, മുന്നുണ്ടായിരുന്ന കോമ്പിനേഷൻ ഈ ഒരു യെല്ലോക്ക് ഈ ഒരു ഗ്രീൻ അല്ല വന്നിട്ടുണ്ടായിരുന്നു. ഒരു പീകോക്ക് ബ്ലൂ മിക്സ് വരുന്ന ഒരു പ്രിന്റ് ആയിരുന്നു അത്. ഇതൊരു മെഹന്തി ഗ്രീൻ, നല്ല രസമുണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ കളർ കോമ്പിനേഷൻ കളർ. പിന്നെ അതുപോലെ തന്നെ മസ്ലിൻ സിൽക്കാണ് ദുപ്പട്ട വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മസ്ലിന്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും സിൽക്കിന്റെ ആ ഒരു റിച്ച് ലുക്കും കൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. യെല്ലോ കളറും വ്യത്യാസമുണ്ട്. ഇതൊരു ലെമൺ യെല്ലോയിലേക്ക് പോയിട്ടുണ്ട്.
ആക്ച്വൽ യെല്ലോ ലെമൺ, നല്ലൊരു ലെമൺ യെല്ലോയുടെ ചെറിയൊരു, കാരണം ഓൾറെഡി ഗ്രീൻ ഷെയ്ഡുകളാണല്ലോ ഇതിലേക്ക് കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യെല്ലോ ചെറുതായിട്ടൊരു ഗ്രീൻ ടച്ച് വരുന്നുണ്ട്, ലെമൺ യെല്ലോയിലേക്ക് പോയ ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ, അടിപൊളിയാവും. നല്ലൊരു റിച്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാക്കി. പിന്നെ മെറ്റീരിയൽ അതുപോലെ തന്നെ മസ്ലിൻ ജക്കാർഡ് മെറ്റീരിയൽ. മസ്ലിൻ മെറ്റീരിയൽ നമുക്ക് എപ്പോഴും നല്ല സോഫ്റ്റ്, നല്ല കംഫി ആയിരിക്കും ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാടൻ റോസാപ്പൂവില്ലേ അതിന്റെ സെയിം ഷെയ്ഡാണ് വരുന്നത്. അതൊരു പിങ്ക് ഷെയ്ഡാണ്. മസ്ലിൻ ജക്കാർഡാണ് മെറ്റീരിയൽ വരുന്നത്. ഈ ജക്കാർഡ് വീവിംഗ് എന്നുള്ളത് ആ ഒരു സെറി വീവിംഗ് വളരെ ഫൈനാണ്. വീണ്ടും വീണ്ടും എടുത്ത് പറയാം, കാരണം ഇങ്ങനെ കാണുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും മനസ്സിൽ ഭയങ്കര കുത്തി തറയ്ക്കുന്നത് അങ്ങനെ വരും. പക്ഷെ അങ്ങനെയല്ല, നമ്മളിൽ ഒരുപാട് പേര് ഇതേ കാറ്റഗറി, ഇതിന് പല പല വോളിയൂംസ്, പല ഡിഫറെന്റ് പ്രിന്റും അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മീൻസ് വീവ്സ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ളത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അവർ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ബാക്ക് പോർഷൻ വരുന്നത് സിംഗിൾ ഒരു പൂട്ട വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷൻ ഓൾ ഓവർ ചെറിയൊരു മോട്ടീവ്സ് വരുന്നുണ്ട് കേട്ടോ മൊത്തത്തിലായിട്ട്. പിന്നെന്താ സ്ലീവിന്റെ അപ്പർ പോർഷൻ നല്ലൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നെക്കിനോട് സിമിലർ ആയിട്ടുള്ള സ്ലീവിന്റെ എൻഡിലേക്കായിട്ടൊരു ബോർഡർ 1 ഇഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു അത്യാവശ്യം സൈസ് പ്ലസ് സൈസ് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ, കാരണം ഇത്രയും ഫ്രണ്ട് പോർഷൻ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിലേക്ക് എടുക്കാനായിട്ട് പറ്റും, സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ബോട്ടം വരുന്നത് പ്രീമിയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ആംഗിൾ ലെങ്ത് ഒക്കെ ചെയ്താൽ സൂപ്പർ ആവുന്ന, പാരലൽ ചെയ്താലും ഓക്കെയാണ്, അങ്ങനത്തെ ബോട്ടാണ് വരുന്നത്. ദുപ്പട്ട മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് ഒരു സിൽക്കി ഫീൽ വരുന്ന മെറ്റീരിയൽ കേട്ടോ. അതിലേക്ക് ഈ മാംഗോ ഡിസൈൻ കൂടെ വന്നപ്പോൾ ആക്ച്വലി പിങ്കിന്റെ തന്നെ ഒരു എന്ത് ഷെയ്ഡ് എന്നാ പറയാ, ഒരു നല്ലൊരു ഡസ്റ്റി ഷെയ്ഡ് വരുന്നതാണ് ഉള്ളിൽ വരുന്നത്. ചിക്കുവിന്റെ ഒരു ഡസ്റ്റി ഷെയ്ഡ് പിങ്ക് മിക്സ് വരുന്നത്, അതാണ് അതിന്റെ ബേസ് കളർ വരുന്നത്. പിന്നെ പിങ്കിന്റെ തന്നെ മൾട്ടി കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രിന്റ് കൂടുതൽ. ഓവറോൾ വരുമ്പോൾ അടിപൊളിയാണ്, സൂപ്പർ ഒരു ഡിസൈൻ ആണ് കേട്ടോ. എനിക്ക് ദുപ്പട്ടയുടെ ആ ഒരു പ്രിന്റ് നല്ല ഇഷ്ടമായി. നെക്സ്റ്റ് ഒന്ന് വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നതാണ്. ലാവൻഡർ ലൈലാക് ഷെയ്ഡിൽ കേട്ടോ, ലാവൻഡർ ആണോ ലൈലാക് ഷെയ്ഡിൽ വരുന്നതാണ്. നല്ലൊരു അതിൽ തന്നെ ആ ഒരു ഇത് വരുമ്പോഴേ ആ വർക്കോട് വരുമ്പോൾ ആക്ച്വലി ലാവൻഡർ അല്ലേ, ലാവൻഡർ ആണ്. ലൈലാക്ക് ഒരു ബ്ലൂവിലേക്ക് മിക്സ് വരും, ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, നെക്കിന്റെ ഏരിയയിൽ അത്യാവശ്യം നല്ല ആ ഒരു ഇത് വരുന്നുണ്ട്, വീവ്സ് വരുന്നുണ്ട്. പിന്നെ ബോഡി ഓൾ ഓവർ ചെറിയ ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട്. ബാക്ക് പോർഷനിൽ നല്ലൊരു ബാക്ക് പോർഷനിൽ കുറച്ച് വലിയൊരു പ്രിന്റ് വരുന്നുണ്ട്. സ്ലീവിന്റെ ഏരിയ നോക്കിയൊക്കെ, സ്ലീവിന്റെ അപ്പർ പോർഷനിലല്ലേ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ കറക്റ്റ് നന്നായിട്ട് എടുത്തറിയുന്നുണ്ട്. ഇതില് ബ്ലൂവില് യെല്ലോയില് വരുമ്പോൾ നമുക്ക് എന്താ പറയാ, മൊത്തത്തിൽ ആ ഒരു ഇതിലെ ത്രെഡും ആ ഗ്രീനിന്റെ ദുപ്പട്ടയും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാര്യമായിട്ട് പറയുക നല്ല രസം. ഞാൻ ദുപ്പട്ടയുടെ പ്രിന്റ് നല്ല ഇഷ്ടമായി. അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത്. ലെങ്ത് നല്ല എന്താ പറയാ, അത്യാവശ്യം നല്ല ലെങ്തോ കിട്ടും. ബോട്ടം വരുന്നത് നല്ല സൂപ്പർ പീസാണ്. ദുപ്പട്ടയുടെ ആ ഒരു ഇത് നോക്കിയാൽ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആൻഡ് ഫൈൻ ആണ്, സിൽക്കി ഫീൽ വരുന്നതാണ് കേട്ടോ. മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. അതിന്റെ എൻഡ് ഏരിയയിലായിട്ട് കണ്ട ഒരു ലൈന് വരുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയ ലൈന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഇതിനോട് സിമിലർ ആയിട്ട് നെക്കിനോട് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. നല്ലൊരു പീസാണ്, അടിപൊളി എന്താ പറയുക ഡിസൈനുമാണ് കേട്ടോ ദുപ്പട്ടയൊക്കെ. അപ്പൊ 4 കളേഴ്സാണ് വരുന്നത്. അടിപൊളി പീസാണ്. പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.